ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എണീച്ച് ബ്രഷ് ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പുട്ടും പഞ്ചസാരയാണ് കേട്ടോ. എനിക്ക് പഞ്ചസാരയാണ് പുട്ടിനിഷ്ടം. അതിന് അടിച്ചു കയറി തൊടുക്കുകയാണ്. അത് പെട്ടെന്നൊരു 11 മണിക്കൊക്കെ ഉള്ളിൽ തീർത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ഉമ്മച്ചി ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കും. അടിച്ചുവാരി തുടയൊക്കെ കഴിഞ്ഞ് 2 പ്ലം എടുത്ത് കഴിക്കുകയാണ്. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ 2 പ്ലമ്മും കഴിച്ച് കഴിഞ്ഞേരം ഉമ്മ പറഞ്ഞ് വാ വന്നോ, പൊടിയും ചായ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജേർണൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ബുക്ക് ഓൾമോസ്റ്റ് ഫില്ലായതുകൊണ്ട് സെക്കൻഡ് ബുക്ക് വാങ്ങി. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫസ്റ്റ് പേജൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നേനു. ഫസ്റ്റ് പേജിൽ വരച്ചു കൊടുക്കുന്നത് ടുലിപ്സിൻ്റെ ഒരു ബൊക്കെയായിരുന്നു. വരച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ അതിങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ ഞാനത് ഇറേസ് ചെയ്തതിന് ശേഷം ടുലിപ്സ് മാത്രമായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് ലുക്ക് വരുന്നത്. പിന്നെ ഞാൻ കുറച്ച് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കളർ പെൻസിലും അതുപോലെ തന്നെ 0.1 ആർട്ട് ലൈൻ്റെ ഒരു പെന്നും യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. കളറിങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഔട്ട്ലൈൻ കൊടുത്ത ആ ഒരു ബ്ലാക്ക് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡാർക്കൺ ചെയ്യണമെന്ന്. അപ്പം 0.8 ആർട്ട് ലൈൻ്റെ പെണ്ണെടുത്തിട്ട് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജേർണലിന് പെൻസിൽ വെച്ചിട്ട് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പെന്ന് വെച്ചിട്ട് എഴുതി കൊടുത്തു. എന്നിട്ട് അതൊന്നുകൂടി ഒന്ന് ഡാർക്കൺ ചെയ്തതിന് ശേഷം ബി ഹാപ്പിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ കളർ പെൻസിൽ എടുത്ത് വെച്ചത് കണ്ടിട്ട് ഇത്താത്തൻ്റെ കുട്ടി വന്നിട്ട് അതിങ്ങനെ എടുത്ത് കളിക്കുകയാണ് കേട്ടോ. മൂപ്പര് അതൊക്കെ ഒന്ന് എടുത്തൊന്ന് വരച്ച് നോക്കുകയാണ്, ഇതെന്താ സംഭവം എന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. അതിനേശാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നും കട്ട് ചെയ്തില്ലാന്ന്. അങ്ങനെ പിന്നെ ആ സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്യാനിരിക്കുകയാണ്. അതായത് നമ്മൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വൈറ്റ് പോർഷന് വിട്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഏകദേശം ഒരു 4 ഇയറിൻ്റെ മുന്നായിട്ടുള്ളത് ഉണ്ടായിരുന്നു ഞാൻ കളക്ട് ചെയ്ത് വെച്ചത്. ഈ കട്ടിയിൽ തന്നെ ആയാലും എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എടുത്ത് കഴിക്കാമെന്ന്. അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പം ഞാൻ ഈ കക്കരി കണ്ടത്. അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് സുർക്കയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ ചെയ്തിട്ടാണ് അത് കഴിക്കുന്നത്. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേരം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അത് മിക്സ് ചെയ്തതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു എരികൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ അതിങ്ങനെ കഴിച്ചിട്ട് കട്ട് ചെയ്യാണ്. അപ്പം കുറച്ചൊരു ബോറടിയൊക്കെ മാറുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, മുന്നേ ഞാൻ ഫോണിൻ്റെ കേസിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് എസ്തെറ്റിക് വൈബിലും അതുപോലെ തന്നെ ജേർണലിങ് തീമിലൊക്കെ ചെയ്ത് കൊടുത്തതിൻ്റെ ഒരുപാട് പ്രിൻ്റ് എടുത്ത് വെച്ച സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കുക, ഇത് മാത്രമായിട്ട് ഇനി മാറ്റി വെക്കണ്ട എന്നുള്ള രീതിയിൽ അതുകൂടി കട്ട് ചെയ്യുക. നല്ല മറവിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് മറന്നുപോയത്. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ ബാഗ്സ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഓരോ തീമിലുള്ളത് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. അതായത് ബർത്ത്ഡേ തീമിലുള്ളതൊന്ന്, ആനിവേഴ്സറി, അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ്, അങ്ങനെ ഓരോന്നും വേറെ വേറെ ആയിട്ട് വെക്കുകയാണ്. എന്നിട്ട് പേപ്പർ ബാഗ്സ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 4-5 പേപ്പർ ബാഗ്സ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് നമുക്ക് മനസ്സിലാവണം ഏതൊക്കെ ആണെന്നുള്ളത്. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് ഓരോരോ പേര്, ക്യൂട്ട് സ്റ്റിക്കേഴ്സ്, ബർത്ത്ഡേ തീമിലുള്ള സ്റ്റിക്കേഴ്സ്,
ആനിവേഴ്സറി സ്റ്റിക്കേഴ്സ് എന്നൊക്കെ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പറിലേക്ക് എഴുതിയിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഓരോന്നും ഏതാണ് തീം എന്നുള്ളത് നോക്കിയിട്ട് അതിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5-6 തീമിലുള്ളത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്രാഫ്റ്റ് ഏരിയ നന്നായിട്ട് മിസ്സായിട്ടുണ്ട്. അതൊക്കെ ഒന്നിനെ അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കിയിട്ട് വേണം ഒന്ന് നിർത്താൻ. അത്രയും നേരമായിട്ട് ഇരിക്കുന്നതാണല്ലോ, അപ്പോൾ ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞ മാതിരി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ വിരിക്കാനുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് വിരിച്ച് അതിൻ്റെ ബ്ലാങ്കറ്റും ഒന്ന് എടുത്ത് വെച്ച് പിന്നെ കുറച്ച് കിടന്ന് അപ്പോൾ രാത്രിയായിട്ടുണ്ട്. എന്നിട്ടുള്ള പണി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എന്താ വെച്ചാൽ ഞാനൊന്ന് ചിക്കൻ ബോക്സ് ആയിട്ട് കിടന്നിട്ടുണ്ടായിനെ കുറച്ച് ദിവസം. അപ്പം എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിട്ട് മടക്കി വെക്കുന്നത് ഉമ്മയായിരുന്നു. അപ്പം ഞാൻ വെച്ചാൽ പാൻറ്റ് ടോപ്പൊക്കെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു മടക്കി വെക്കല്ലേ. ഇമ്മ അത് അലമാരയിൽ വെച്ചതിന് ശേഷം ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിപ്പോയിട്ട് എനിക്കത് ഭയങ്കര ഒരിതായി. എനിക്ക് അത് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഷോൾ വേറെ, പാൻറ്റ് വേറെ, ടോപ്പ് വേറെ അങ്ങനെ എടുത്ത് വെക്കണം. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനായിരുന്നു, ഒരുപാട് മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് പറഞ്ഞ മാതിരി മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപ്പയും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിലെത്തി. ഇനി നൈറ്റിക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പം ഇന്ന് നൈറ്റിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനും താത്തയാണ്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെജിറ്റബിൾസും കുറച്ച് ചിക്കനും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക, അതാണ് വിചാരിച്ചത്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്യാപ്സിക്കം, പിന്നെ കുക്കുംബർ, അതുപോലെ തന്നെ കസ്. എന്നിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടിയിരുന്നു, പക്ഷെ എന്നോട് അതൊന്ന് കുറച്ച് വലുതായി പോയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ അധികം കടിക്കാനുണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല. ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഓയിലിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിലേക്ക് മയോണൈസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിയിലേക്ക് അത് വെച്ച് റോൾ ചെയ്യുക. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കിടക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോണിലൊക്കെ കളിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്